ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കിട്ടിലും ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സിമ്പിൾ ഐറ്റം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള സേമിയാണ് ചേർക്കുന്നത്. കുറച്ച് തിക്കിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ എടുക്കുമ്പോഴാണ്. ഒരു 1/2 കപ്പോളം സേമിയ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സേമിയ നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. ഇനി നിങ്ങൾ വറുത്തിട്ടുള്ള സേമിയാണ് എടുക്കണമെന്നുണ്ടെങ്കിലും ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. സേമിയ നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വന്നാൽ ഇതിലേക്ക് 3.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഡ്രിങ്കിലേക്ക് കറക്റ്റായിട്ട് 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് ഈ ഒരു സമയത്ത് 3.5 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. പാല് ചൂടായി വരുന്ന സമയം കൊണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. വനില ഫ്ലേവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കസ്റ്റേർഡ് പൗഡർ എടുക്കുമ്പോൾ നല്ല തിക്കാക്കിയിട്ട് എടുക്കണ്ട, ലെവലാക്കിയിട്ട് എടുത്താൽ മതിയാകും. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് നല്ല ഡെസേർട്ടായിട്ട് നല്ല കട്ടിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചൂടായി കിടക്കുന്ന ഈ ഒരു പാലിലേക്ക് മിക്സ് മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടിയാക്കി എടുക്കാം. ഇത് തിക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഇവിടെ ഒരു 9 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് എന്തായാലും ചേർക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഈ പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇതിവിടെ നല്ല രീതിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതിയാകും. നിങ്ങൾക്ക് നല്ല രീതിയിൽ കട്ടി വേണം, ഡെസേർട്ടായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്തുള്ള കസ്റ്റേർഡ് പൗഡർ 4 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് ഉണ്ടാകും. ഇത്രയും മതി. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ടെടുത്താലും മതിയാകും. ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തും കൂടി ചേർത്തെടുക്കാം. ആദ്യം തന്നെ 2 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ടാക്കി എടുത്തതും പിന്നെ വലിയ ഒരു ഉറുമാമ്പയം മൊത്തത്തിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി 2 കട്ടാക്കി എടുത്തതും ഒരു വലിയ ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ആപ്പിൾ നേരത്തെ കട്ട് ചെയ്ത് വെക്കണ്ട, അപ്പോൾ കറുത്തിട്ട് പോകും. ഇതിലേക്ക് കുറച്ച് പച്ചമുന്തിരിയും കൂടെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കസ്കസും കൂടെ കുതിർത്തി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കസ്കസിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തങ്ങ് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും ഉള്ളത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തങ്ങി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറാണ് കേട്ടോ എടുത്തുള്ളത്. ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീം ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കണം, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് ഉണ്ടാകുക. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലൂസായിട്ട് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണിത്. എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ വേണമെങ്കിൽ 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക.
പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്